ഇതാണ് എൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ. ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്നാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷോർട്ട് നോട്ടുകളെ കുറിച്ചാണ്. അതായത് പഠിക്കുമ്പോൾ കുട്ടികൾ തയ്യാറാക്കേണ്ട ഷോർട്ട് നോട്ടുകളെ കുറിച്ച്, ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെങ്ങനെയാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് ഈ ഷോർട്ട് നോട്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഏറ്റവും ചെറുതായ രൂപത്തിലുള്ള ഒരു നോട്ട്, അതായത് ഏറ്റവും ലഘുവായ രീതിയിൽ എഴുതുന്ന ഒരു നോട്ട്, അതിനെയാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് ഓർമ്മയിൽ വരണം. അതാണ് ഒരു യഥാർത്ഥ ഷോർട്ട് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തിനാണ് ഈ ഷോർട്ട് നോട്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നത്? അതായത് നമ്മൾ ഇന്ന് പഠിച്ചൊരു ടോപ്പിക്ക് നാളെയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മളത് റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്തായാലും മറന്നു പോകും. ആ മറന്നു പോകുന്ന ടൈമിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് മറക്കാണ്ട് പഠിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോസ് എല്ലാം വളരെ വ്യക്തമായി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എത്ര ടൈം കൂടുമ്പോഴാണ് നമ്മൾ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ മറവിയുടെ ഒരു കർവ് ടൈമിങ്ങിനെ കുറിച്ചാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന് കാണുക. ആ ഒരു ടൈമിംഗ് മനസ്സിലാക്കി നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും പഠിച്ച് മറന്നുപോയി എന്നുള്ളൊരു ചിന്താഗതി തന്നെ വരില്ല. ഇനി ഷോർട്ട് നോട്ട് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്. മറ്റൊരാളുടെ ഒരു കോപ്പി അടിച്ചൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കരുത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കിയതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളും ആ ഒരു ഫോർമാറ്റ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതിയിലാണ് നിങ്ങളൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്. ആ നോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് ആയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം. ഇതാണ് ഷോർട്ട് നോട്ടിൻ്റെ ഡ്യൂട്ടി എന്ന് തന്നെ പറയാം. നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു ടോപ്പിക്ക് നമ്മൾ ഓർക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മെമ്മറി പവർ അവിടെ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഈ ഷോർട്ട് നോട്ട് കൊണ്ട് അങ്ങനെ വലിയൊരു ബെനിഫിറ്റും കൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. നമ്മളുടെ ബ്രെയിൻ നമ്മൾ അറിയാണ്ട് തന്നെ ബൂസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് തയ്യാറാക്കുമ്പോഴുള്ള ശാസ്ത്രീയമായ ഒരു വശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു ടോപ്പിക്ക് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ വളരെ സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കണം. കാരണം നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ മെമ്മറി കപ്പാസിറ്റി ഉള്ള ഒരു ബ്രെയിൻ തന്നെയാണ്. പക്ഷേ അതിനൊരു ടൈമിങ്ങിൽ അത് പലതും ഓർമ്മിപ്പിച്ചില്ല എങ്കിൽ അത് മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഫോർഗറ്റിംഗ് കർവിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ബ്രെയിൻ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ആ പഠിച്ച ഉടൻ തന്നെ ആ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ട, നിങ്ങൾക്കൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുക്കാം. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ വേർഡ്സ് ആയിട്ടോ വേണമെങ്കിൽ ഒരു സെൻറ്റൻസോ ഒരു 1-2 സെൻറ്റൻസോ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഏത് രീതിയിലാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് വേർഡ്സ് കണ്ടാലാണോ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഓർമ്മ വരുന്നത്, ആ ഒരു രീതിയിൽ വേണം ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ. വേർഡ്സുകൾ മാത്രമുള്ളതോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സെൻറ്റൻസുകൾ മാത്രമുള്ളതായിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ഷോർട്ട് നോട്ടുകൾ. അല്ലാണ്ട് വലിച്ചു വാരി ഇങ്ങനെയൊന്നും എഴുതരുത്. വളരെ ചെറിയ ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു വേർഡ്സ് കാണുമ്പോൾ തന്നെ വലിയൊരു ടോപ്പിക്ക് ഓർക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ബ്രെയിൻ എത്ര ശക്തിശാലിയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ ഈ ഷോർട്ട് നോട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങളല്ലേ? നമ്മുടെ ബ്രെയിൻ കൂടുതൽ ബൂസ്റ്റപ്പ് ആകുകയല്ലേ ചെയ്യുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ ഓർക്കാൻ നമ്മളെ ബ്രെയിനെ നമ്മൾ എപ്പോഴെങ്കിലും പരിശീലിപ്പിക്കാറുണ്ടോ? ഇല്ല. ഈ ഷോർട്ട് നോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കൊണ്ടുവരുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. എക്സാമിന് തൊട്ട് തലേന്നോ അല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരാഴ്ചയോ നമ്മൾക്ക് ഒരിക്കലും ഈ ഒരു ബുക്കുകളെല്ലാം തന്നെ റെഫർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഈ ബുക്കുകൾ മൊത്തം എടുത്ത് വായിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോഴാണ് ഈ ഷോർട്ട് നോട്ട് നമുക്ക് ഒരു അനുഗ്രഹമായി തന്നെ വരുന്നത്. കാരണം നമ്മൾ ഈ ഷോർട്ട് നോട്ട് റെഫർ ചെയ്യുമ്പോൾ തന്നെ ആ എല്ലാ ടോപ്പിക്കുകളും റെഫർ ചെയ്തതിൻ്റെ ഒരു ഫലമാണ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഷോർട്ട് നോട്ട് നോക്കുന്നു, അതിൽ നിന്നുള്ള ടോപ്പിക്കുകളെല്ലാം ഓർക്കുന്നു, ആ ഒരു ലെസൺ തന്നെ നമ്മൾ അപ്പോൾ തന്നെ റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷോർട്ട് നോട്ടിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത് എക്സാമിൻ്റെ ആ ടൈമിങ്ങിലാണ്. കാരണം നമുക്ക് ഒരിക്കലും ആ ഒരു ടൈമിങ്ങിൽ പോയിട്ട് ബുക്സ് മൊത്തം വായിക്കുക അല്ലെങ്കിൽ ബുക്സ് മൊത്തം റെഫർ ചെയ്യുക എന്നത് നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ എക്സാം ഹാളിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു സബ്ജക്ട്സ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പഠിച്ച ഭാഗങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് എക്സാം കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് നോക്കാം.
അതേസമയം ആ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു ലെസൺ ഇരുന്ന് നോക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം അത് അത്രയും ലെങ്തിയാണ്. ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു മെമ്മറിയിൽ സൂക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും പറയാറുണ്ട്, നിങ്ങൾ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ, അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും, റിവിഷൻ എളുപ്പമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഒരിക്കലും അങ്ങനെ കുട്ടികളാരും ചെയ്യാറില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആളുകൾ, ഇപ്പം IAS അല്ലെങ്കിൽ MBBS CA പോലെ കോഴ്സുകൾ ചെയ്യുന്ന ആളുകളാണ് ഈ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത്. കാരണം അവർക്ക് അത്രയും വൈഡ് സിലബസ് ആണ് ഉണ്ടാവുക. കാരണം അത്രയും ലെങ്തി സിലബസ് ഒന്നും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത്രയും സാധനങ്ങൾ റെഫർ ചെയ്തെടുക്കാൻ ഒത്തിരി സമയം ആവശ്യമാണ്. അപ്പോഴാണ് ഈ ഷോർട്ട് നോട്ടുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഞാൻ ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻകം ടാക്സിൻ്റെ സാലറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ്. ഇത് കണ്ടോ, ഇതിൽ മൊത്തം ഈ ഒരു സെക്ഷൻസാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ നമ്മൾ കാണുമ്പോൾ തന്നെ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെയുള്ള ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ്, ഇതിൻ്റെ പ്രൊവൈസോ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾക്ക് ഓർമ്മ വരണം. ഈ ഒരു സെക്ഷൻ ഒരു ഒറ്റ സെൻറ്റൻസ് ഉള്ളെങ്കിലും ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൂടെ ഒരു 4-5 പേജസ് കാണും. അങ്ങനെ ഓരോരോ സെക്ഷൻസാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഒറ്റ ചാപ്റ്ററിൻ്റെ കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇങ്ങനെ ഇവിടെ എഴുതി ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് ഒരു ഷോർട്ട് നോട്ടായിട്ടുള്ള ബുക്കും ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഷോർട്ട് നോട്ട് എടുത്തിട്ട് ഇങ്ങനെ പതിപ്പിച്ച് വെക്കാൻ, നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതൊരു ചാപ്റ്ററാണ്. ഇത് ഞാൻ വൈറ്റ് പേപ്പറിൽ തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചാർട്ട് പേപ്പറിലും ചെയ്യാം. ചാർട്ട് പേപ്പർ എന്ന് പറയുമ്പോൾ കളേഴ്സ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കുള്ള ഒരു അട്രാക്ഷൻ പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പറിൽ ചെയ്തത്. ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ള ഈ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 1 വീക്ക് കഴിയുമ്പോൾ തന്നെ ഇതെടുത്ത് മാറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആ നോട്ടാണ് നോക്കുക, ഷോർട്ട് നോട്ടാണ് നോക്കുക. ഇതാണ് എൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഷോർട്ട് നോട്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലത്തെ കോഴ്സുകൾ ചെയ്യുന്ന ഒരു പഠന രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒട്ടും തന്നെ പഠന ഭാരമില്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കുട്ടികളെല്ലാവരും, പ്രത്യേകിച്ച് SLC+2 ചെയ്യുന്ന കുട്ടികളെല്ലാവരും നിങ്ങളെ ഹിസ്റ്ററിയോ അതുപോലത്തെ ലെങ്തി തിയറി സബ്ജക്ട്സിനൊക്കെ നിങ്ങളൊരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷോർട്ട് നോട്ട്സ് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം. അതായത് ഈ ബുക്സ് ഒന്നും കൊണ്ടുപോകുന്ന അത്ര ഭാരം അതിനില്ല, അതിൻ്റെ അത്ര റിസ്ക് ഇല്ല. നമുക്കൊരു ബുക്സോ ഒരു നോട്ട്ബുക്കോ, ചെറിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഡയറി ഒക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ ആണെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു എളുപ്പം ഈ ഷോർട്ട് നോട്ട്സിനുണ്ട്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസും ഇത്രയും പ്രത്യേകതയുള്ള ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നതിലെ കുറച്ചും കൂടെ നല്ലത്, അങ്ങനെ തയ്യാറാക്കി പഠിക്കുന്നതിലെ നമുക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ഹെവി ഭാരം ആ എക്സാം സമയത്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ തയ്യാറാക്കുക. ഇതിന് വേണ്ടിയിട്ടൊരു സമയം എടുക്കരുത്. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഷോർട്ട് നോട്ടും തയ്യാറാക്കുക. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഈ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക, നല്ല വിജയങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സബ്ജക്ട്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.